വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് ഒരു പുതിയ വിഷയം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ തരുന്ന ലൈക്കും കമൻറ്റും ഒക്കെയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനം. അതുപോലെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ഈ വാണിംഗ് തീർച്ചയായും ഒന്ന് വായിച്ചു നോക്കുക. നമ്മളിവിടെ പറയുന്ന കാര്യങ്ങൾ തികച്ചും സ്റ്റഡി പർപ്പസ് ആണ്. നമ്മളിവിടെ പറയുന്ന കാര്യങ്ങൾ വെച്ച് നിങ്ങളൊരു ബൈയോ സെല്ലോ ഇനീഷ്യേറ്റീവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ ഫണ്ട് മാനേജറുമായിട്ടോ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുമായിട്ടോ തീർച്ചയായിട്ടും ബന്ധപ്പെടേണ്ടതാണ്. നമ്മളിവിടെ യാതൊരുവിധ പ്രോമിസുകളോ ഗ്യാരണ്ടികളോ നൽകുന്നില്ല. മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ്. നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധമായ ന്യൂസുകളും അറിവുകളും എല്ലാം നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദിസ് വീഡിയോ. നമുക്ക് ഇന്നത്തെ മാർക്കറ്റൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് തിങ്കളാഴ്ച മാത്രമേ വിപണിയുള്ളൂ. അതായത് വെള്ളിയാഴ്ച നാളെ ഗുഡ് ഫ്രൈഡേ പ്രമാണിച്ച് മാർക്കറ്റ് അവധിയാണ്. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. നിഫ്റ്റി ഏകദേശം 24,800 മുകളിലാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ബൈങ് ആയിരുന്നു കണ്ടത്. 23,298 അല്ലെങ്കിൽ 300 താഴെ ജസ്റ്റ് ഒന്ന് സ്ലിപ്പ് ആവുകയും പിന്നീട് കണ്ടിന്യൂസ് ആയിട്ടുള്ള അപ്സൈഡ് ആയിരുന്നു നമ്മൾ ഇന്ന് നിഫ്റ്റിയിൽ കണ്ടത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബൈങ് സൈഡ് ആണ്. FIIസും ഇന്ന് 4,600 കോടി രൂപയുടെ ബൈങ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയിരിക്കുന്നത്. ICICI ബാങ്ക് പോലുള്ള സ്റ്റോക്കുകൾ ഇന്ന് ബാങ്കിങ് സ്റ്റോക്കുകൾ തന്നെയാണ് ലീഡ് ചെയ്തത്. കാരണം പ്രത്യേകിച്ചും ബാങ്ക് നിഫ്റ്റി വാസ് വെരി സ്ട്രോങ്. ബാങ്ക് നിഫ്റ്റി ആയിരുന്നു നിഫ്റ്റിയേക്കാൾ സ്ട്രോങ് എന്നുള്ളത് നമ്മൾ ഇന്നത്തെ പോഡ്കാസ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ബാങ്കിങ് സ്റ്റോക്സ് വാസ് ലീഡിംഗ് ദ റാലി. SBI ആയിക്കോട്ടെ, ICICI ആയിക്കോട്ടെ, എല്ലാ ബാങ്കുകളും വളരെ ശക്തമായിട്ട് മുന്നേറി. നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് 23,650 എന്ന് പറയുന്ന പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്തതോടുകൂടി പിന്നീട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഷോർട്ട് കവറിംഗ് റാലിയാണ് നമ്മൾ കണ്ടത്. ഏതായാലും വലിയൊരു വീക്കെൻഡിലേക്ക് പോകുന്ന ഒരു ആലസ്യവും നിഫ്റ്റിയിൽ കണ്ടില്ല. അവസാന സമയങ്ങളിൽ ഒരു ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് ചില പൊസിഷൻസ് അൺവൈൻഡ് ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ള ബൈങ് സൈഡിലേക്ക് വന്നു. മാർക്കറ്റിന്റെ സ്ട്രോങ് അല്ലെങ്കിൽ മാർക്കറ്റിന്റെ ആ ഒരു സ്ട്രെങ്ത് തന്നെയാണ് ഇന്ന് കാണിച്ചത്. ഏതായാലും ബാങ്ക് നിഫ്റ്റി ലീഡ് ചെയ്തു. ഫ്രണ്ട് ലൈൻ സ്റ്റോക്സുകളിലും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒക്കെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബൈങ് കണ്ടു എന്ന് വേണം പറയാൻ. IT സ്റ്റോക്കുകൾ മാത്രമാണ് ചെറിയ രീതിയിൽ ഒന്ന് സ്ലിപ്പ് ആയത്. കാരണം വിപ്രോന്റെ റിസൾട്ടിന് ശേഷം വന്നിരിക്കുന്ന ഗൈഡ് ലൈൻ IT കമ്പനികളെ പ്രധാനമായിട്ടും ബാധിച്ചു എന്ന് വേണം കരുതാൻ. അതുപോലെ തന്നെ ഇൻഫോസിസിന്റെ ഭാഗത്ത് വന്നിരിക്കുന്ന ഇപ്പോഴത്തെ Q3 റിസൾട്ടും അത്രമാത്രം ഒരു ഇംപ്രസീവായിട്ട് തോന്നിയിട്ടില്ല. കാരണം പ്രധാനമായിട്ടും റവന്യൂവിലും കാര്യങ്ങളിലൊക്കെ തന്നെ നേരിയ വർധനവുണ്ടെങ്കിലും ഇബിറ്റയിലും അതുപോലെ തന്നെ മാർജിനിലും ഒക്കെ തന്നെ ചെറിയ രീതിയിലുള്ള ഒരു ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ അദാനി പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്, അദാനി പോർട്ടിന്റെ ബോർഡ് മീറ്റിംഗ് ആയിരുന്നു. ഫണ്ട് റേസിംഗുമായിട്ട് ബന്ധപ്പെട്ട ചില ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് പുറമെ അദാനി അബൌട്ട് പോയിന്റ് ഹോൾഡിംഗ്സ് എന്ന് പറയുന്ന സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പോർട്ടിനെ, അത് 50 മില്യൺ മെട്രിക് ടൺ ആനുവലി എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കണ്ടെയ്നർ ടെർമിനലിനെ അദാനി പോർട്ട് ഏറ്റെടുക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നത്. APPH അവരാണ് ഈ ഒരു ഹോൾഡിംഗ് എന്ന് പറയുന്നത്. നോർത്ത് ക്യൂൻസ് ഐലാൻഡ് എക്സ്പോർട്ട് ടെർമിനലിനെയാണ് അവർ ഏറ്റെടുക്കാൻ പോകുന്നത്. അത് വെച്ച് നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഏകദേശം ഒരു 50 മില്യൺ ടൺ പെർ ആനം കപ്പാസിറ്റി ഹോൾഡ് ചെയ്യുന്ന ഒരു ടെർമിനലാണിത്. ഇതിൽ അദാനി പോർട്ടിന്റെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഏകദേശം ഒരു വാല്യൂ 3,975 മില്യൺ സിംഗപ്പൂർ ഡോളേഴ്സ് ആണെന്നാണ് പറയുന്നത്. അത് ഏകദേശം 100%, അതായത് 14.38 കോടി ഓഹരികളാണ് അദാനി പോർട്ട് ഈ കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്. അല്ലാതെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒന്നും വരാൻ പോകുന്നില്ല. അതേസമയം അവരുടെ അസറ്റ്സുകളും നോൺ കോർ അസറ്റ്സുകളും ഒക്കെ തന്നെ ഈ അദാനി പോർട്ടിന്റെ ഭാഗമായി തീരുകയും ചെയ്യും. അതുപോലെ തന്നെ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് അവരുടെ റേറ്റ് കട്ട് 25 ബേസിസ് പോയിന്റ് കട്ട് ചെയ്തു എന്നുള്ള വാർത്ത ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുപോലെ മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ്. നമ്മുടെ ഫ്രീ ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.